യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് നൽകുന്നതായ പ്രതിഫലം, ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ, ഇവയെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുവാൻ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ വളരെ പ്രധാനമായും ഹിതപ്രഥമമായും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാനമായ രക്ഷയെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. അങ്ങനെ രക്ഷയിലേക്ക് കടന്നു വന്നവരായ ആളുകൾ അവർ കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷയ്ക്കായി അവരുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു നിമിത്തം അവർ ദൈവമക്കൾ എന്നുള്ള ആ വലിയ പദവിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലും വായിക്കാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ ദൈവമക്കളാകുന്ന ആളുകൾ ആ സമയം മുതൽ അവർ ദൈവമക്കളാകുവാനും രക്ഷയിലേക്ക് കടന്നു വരുവാനും അവരെ സഹായിച്ചതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് അവരെ നയിക്കുന്നു എന്നുള്ളത് റോമാലേഖനം 8-ാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഈ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അങ്ങനെ മക്കളായി തീർന്നവരായ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നമ്മൾ മാതാപിതാക്കളെ മക്കൾ എന്ന നിലയിൽ നമ്മൾ അനുസരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നത്? നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നത് വിശ്വസ്തയോടെ, അതേപോലെ തന്നെ അനുസരണത്തോടെ, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ സേവനം ചെയ്ത് അവരെ സഹായിച്ച് അവരെ ശുശ്രൂഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാതാപിതാക്കൾ അതിന് അനുസൃതമായി നമ്മെ സ്നേഹിക്കുന്ന പോലെ ദൈവം നമുക്ക് ഈ ജീവിതത്തിൽ ആവശ്യവേണ്ടതായ പ്രതിഫലം, സ്നേഹം, അവന്റെ ഉപകാരങ്ങൾ, അവന്റെ അനുമോദനങ്ങൾ നമുക്ക് തരുവാനിടയായിത്തീരും. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ സേവിക്കുന്നതിന് നമുക്ക് ലഭിക്കുന്നതായി പ്രതിഫലം സ്വർഗത്തിൽ വെച്ച് മാത്രമാണ്, ഈ ഭൂമിയിൽ നമുക്ക് ഒന്നും ലഭിക്കില്ല എന്നുള്ളത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോൾ ഈ ഭൂമിയിലും അതേപോലെ തന്നെ വരുവാനുള്ള ലോകത്തിലും നമുക്ക് ദൈവം പ്രതിഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കുവാൻ സാധിക്കും. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ആ വേദഭാഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇതിനു മുമ്പും ഞാൻ ഈ വാക്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാകുമെന്ന് ചിന്തിക്കേണ്ട. ദൈവത്തിന്റെ ആത്മാവ് പുതിയ ഒരു സന്ദേശം ഇന്ന് നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉടുക്കുവാനുള്ളത്, നിങ്ങൾക്ക് ഭക്ഷിപ്പാനുള്ളത്, അതേപോലെ തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിന് വേണ്ടതായ കാര്യങ്ങൾ, ഇവയെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ സംസാരിച്ച ശേഷം ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് യേശു മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു പറഞ്ഞത്. കാരണം പൊതുവെ ആളുകൾ എപ്പോഴും അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ നാളുകളെക്കുറിച്ച് വളരെയധികം വിചാരപ്പെടുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിയിരിക്കരുത് എന്നൊക്കെയാണ് കർത്താവ് യേശുക്രിസ്തു എപ്പോഴും തന്റെ ശിഷ്യന്മാരോടും തന്റെ ഇടയിൽ കടന്നു വരുന്നവരായ ആളുകളോടും യേശു പറയുന്നത്. കാരണം മനുഷ്യന്റെ ഉള്ളിൽ ഈ വിചാരങ്ങൾ എപ്പോഴും ഉണ്ട്. ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെങ്കിലും, അവർക്ക് ആവശ്യം വേണ്ടതായ ധനം അവരുടെ കയ്യിലുണ്ടെങ്കിലും, വസ്തുവകകൾ അവരുടെ കയ്യിലുണ്ടെങ്കിലും, മനുഷ്യൻ പൊതുവെ അവൻ വിചാരം ഉള്ളവനാണ്. ഇങ്ങനെ വിചാരപ്പെടുന്നത് കൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം പോലും കൂട്ടുവാൻ കഴിയത്തില്ല. മറിച്ച് കർത്താവ് യേശുക്രിസ്തു നമ്മൾ വിചാരപ്പെടുന്ന സ്ഥാനത്ത് അവൻ നമ്മളോട് പറയുന്നത്, നിങ്ങൾ വിചാരപ്പെടേണ്ട, നിങ്ങളുടെ മനസ്സ് കലങ്ങണ്ട എന്ന് മാത്രമല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകി തരുന്നു എന്നുള്ള കാര്യം യേശു പറയുന്നു. നമ്മൾ ഈ വായിച്ച വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും.
ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ, നമ്മുടെ ദിനംതോറുമുള്ള ആവശ്യങ്ങൾ, നമുക്ക് ഉടുക്കുവാനുള്ളത്, നമുക്ക് ഉണ്ണുവാനുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നതായ ഒരു കാര്യം. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ ആവശ്യമുള്ളത്തോളം ആഹാരമുണ്ട്. അവന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും പലപ്പോഴും ഇന്ന് പഴയ പോലെ ആളുകൾക്കില്ല. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മനുഷ്യൻ ഏറ്റവും അധികം ഭാരപ്പെടുന്നത് അവർ എടുത്തതായ EMI അടയ്ക്കുന്നതിനെ കുറിച്ച്, അവരുടെ വീടിന്റെ വാടക കൊടുക്കുന്നത് സംബന്ധിച്ച്, അതുപോലെ അവരുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങളിലും മനുഷ്യർ വളരെയധികം ആശങ്കാകുലരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശുക്രിസ്തു ഈ ഒരു പ്രഭാഷണം നടത്തുന്ന സമയം എന്ന് പറയുന്നത് ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഏറ്റവും ബേസിക് നീഡ്സ്, നമ്മൾ ഇവിടെ പറയുന്നത് പോലെ തന്നെ അവർക്ക് ഉള്ളതായ ആഹാരം, അതുപോലെ അവർ ധരിക്കേണ്ടതായ വസ്ത്രം, ഇതൊക്കെയായിരുന്നു ബേസിക് നീഡ്സ്. അവർ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ അവർ വളരെയധികം കൺസേൺ ആയിരുന്നില്ല. കാരണം മനുഷ്യർ പലപ്പോഴും അവർ ഈ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു അന്ന് ജീവിച്ചിരുന്ന ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടത്തെ പോലുള്ള ആവശ്യങ്ങളല്ല ഇന്നുള്ളത്. പണ്ടത്തെ ആർഭാടങ്ങൾ എന്ന പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇന്ന് പണ്ടത്തെ ആർഭാടങ്ങളെല്ലാം മനുഷ്യന്റെ ആവശ്യങ്ങളായി മാറിയിരിക്കുക. ഇപ്രകാരം അവസ്ഥകളും സാഹചര്യങ്ങളും മാറുമ്പോഴും ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഓരോരോ ആവശ്യങ്ങളിലും ദൈവം നമുക്ക് വിശ്വസ്തനാണെന്നുള്ള കാര്യം ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഈ ഉണ്ണുവാനും ഉടുക്കുവാനുള്ളത് മാത്രമാണോ ദൈവം നമുക്ക് നൽകുന്നത്? അങ്ങനെയല്ല. നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും അവൻ നമുക്ക് നിർവഹിച്ചു തരുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ആവശ്യങ്ങളിലും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യം കടന്നു വരുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും. അതായത് നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരികയും ദൈവരാജ്യത്തിനുള്ളത് നിങ്ങൾ ചിന്തിക്കുകയും ദൈവരാജ്യത്തിനുള്ളത് നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണമെന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ദൈവരാജ്യം മാത്രമല്ല, അതിന്റെ നീതിയെയും നിങ്ങൾ അന്വേഷിക്കണം. അതായത് ദൈവം നമുക്ക് നൽകിയതായ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയും കൂടിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതായത് ദൈവത്തിന്റെ വചനത്തിലൂടെ അല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ദൈവം തന്നെ നീതി വെളിപ്പെടുത്തുമെന്ന് നമ്മൾ ഉറപ്പോടെ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക വ്യക്തികളെ നമുക്ക് അതിന് അനുസരിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരെ കർത്താവ് യേശുക്രിസ്തു അവരെ വിളിച്ച് തന്റെ വേലക്കാക്കിയപ്പോൾ അവർ യേശുക്രിസ്തുവിനെ മാത്രം നോക്കി മുന്നോട്ട് പോയ ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ അവർ ഉപേക്ഷിച്ചു, പടകും വലയും ഉപേക്ഷിച്ചു. അവർ കർത്താവിനെ മാത്രം നോക്കി ഇറങ്ങുവാനിടയായി തീർന്നു. പക്ഷേ അവർക്കാർക്കും ഒരു കുറവ് സംഭവിക്കുവാൻ ദൈവം ഇടയാക്കിയില്ല. അവർക്ക് ഭക്ഷിപ്പാനുള്ളത് കർത്താവ് കൊടുത്തു, അവർക്ക് ധരിപ്പാനുള്ളത് കർത്താവ് കൊടുത്തു. അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ സംഭവിച്ചിട്ട് പോലും അവർ തകർന്നു പോകുവാൻ അവൻ അവരെ സമ്മതിച്ചില്ല. ഇന്നും കർത്താവ് അതാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും കടന്നു വരാം, പക്ഷെ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതായ ജീവിത അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലും കാണാം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഞാനത് അനുഭവിച്ചതായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് വളരെ ധൈര്യമായി നിങ്ങളോട് പറയുന്നത്. എന്നാൽ ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സീക്ക് ye first the kingdom of God. ദൈവത്തിന്റെ രാജ്യം നമ്മൾ ആദ്യം അന്വേഷിക്കണം. ഈ ഒരു ടേം എല്ലാവർക്കും അറിയില്ല, പലർക്കും ഈ ഒരു ഭാഗം വേണ്ടത്ര ദഹിക്കാറുമില്ല. എന്താണ് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് സവിസ്തരമായ കാര്യങ്ങൾ സുവിശേഷത്തിലൂടെയും അതേപോലെ തന്നെ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനത്തിലൂടെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കും. പക്ഷെ ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ രാജ്യവും നീതിയും എന്ന് പറയുമ്പോൾ ദൈവീകപരമായ കാര്യങ്ങൾ സംബന്ധിച്ച് നമ്മൾ ഒന്നാം സ്ഥാനം, പ്രയോറിറ്റി അതിന് കൊടുക്കണം. നമ്മൾ ജോലി ചെയ്യുന്നതല്ല, വരുമാന മാർഗങ്ങൾ നമ്മൾ ഉണ്ടാക്കരുന്നല്ല, ലോകത്തിന്റെ മറ്റു കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ളതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ഇതംപ്രദമായി
നമുക്കുണ്ടാകേണ്ട ഒന്നാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത, ദൈവവേലയെക്കുറിച്ചുള്ള ചിന്ത, ആത്മീയമായ വിഷയത്തെക്കുറിച്ചുള്ള ചിന്ത. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ കരുതി വേണം നമ്മൾ അതിലെല്ലാം ഇടപെടുവാൻ. ഇതാണ് മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നത്. കുട്ടികളാണെങ്കിൽ അവർ പഠിക്കാൻ പോകുന്ന സ്ഥാനത്ത് അവർക്ക് കൂട്ടായ്മ കൂടുവാൻ, അവർക്ക് ചർച്ചിൽ പോകുവാൻ, നല്ല ഒരു ചർച്ചുണ്ടോ എന്നുള്ള അന്വേഷണം അവർക്ക് ഒരു കോളേജ് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരിയായി ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ ദിവസം ദൈവമാണ് എനിക്ക് തന്നതെന്നും ഞാൻ ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നും നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതേപോലെ നമ്മൾ ആളുകളോട് ഇടപെടുമ്പോൾ ഞാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ചിന്തയും, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ രീതിയും അപ്രകാരമായിരിക്കണം. ഇങ്ങനെ ദൈവരാജ്യവും അതിന്റെ നീതിയും അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദൈവത്തിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായതുകൊണ്ട് ദൈവം അവരുടെ കാര്യങ്ങൾക്കും വിശ്വസ്തനായിരിക്കും. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്തുകൊണ്ടാണ്? യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട്, ഞാൻ ദൈവവഴിയിൽ നടക്കുന്നതുകൊണ്ട്, ഞാൻ മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതുകൊണ്ട്. അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു ദൈവപൈതലിന് ലഭിക്കുന്നതായ കാര്യമാണ്. കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ ഇടയനായി തീർന്നാൽ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീർന്നാൽ, നിങ്ങൾ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നവരായാൽ, ഈ 23-ാം സങ്കീർത്തനത്തിൽ പറയപ്പെടുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കർത്താവിൽ നിന്നും ലഭിക്കുവാനിടയായിത്തീരും. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിലൂടെയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവ രാജ്യത്തിൽ ജീവിക്കുന്ന കാര്യം നമ്മൾ ആരും തന്നെ മറന്നു പോകരുത്. അങ്ങനെ മറക്കാത്തവരായ ആളുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നന്മ അവർക്ക് ലഭിക്കും. ഇവിടെ പറയുന്ന ഒരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വാക്യം. അതോടുകൂടെ എന്ന് പറയുമ്പോൾ ദൈവരാജ്യം അന്വേഷിക്കുന്നതിലൂടെ നിങ്ങൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണ് ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ മാനം, ബഹുമാനം, പദവി, ദൈവം നമുക്ക് നൽകുന്നതായ ഉദവി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ലെറ്റ് ഇൻ യുവർ ലൈഫ് ഗോഡ്സ് കിങ്ഡം കം ഫസ്റ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ രാജ്യം ആദ്യം വരട്ടെ. അതേപോലെ തന്നെ അതിലൂടെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും ദൈവം നിങ്ങൾ അറിയാതെ, നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചിന്തിക്കുന്നവരായ ആളുകളാണ്, ഞങ്ങൾ വിചാരപ്പെടുന്നവരായ ആളുകളാണ്. പക്ഷേ ഇന്ന് അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച വചന നിമിത്തം ഞങ്ങൾ മനസ്സിലാക്കുന്നു, കർത്താവ് യേശുക്രിസ്തുവിനെയും അവൻ്റെ നീതിയെയും അവൻ്റെ രാജ്യത്തെയും അന്വേഷിക്കുന്നതിലൂടെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പോലും ഞങ്ങൾക്ക് നിർവഹിപ്പാനും ഈ ഭൂമിയിൽ ദൈവത്താലുള്ള ആ മാന്യതയും ആ ബഹുമാനതയും ആ സന്തോഷവും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഈ ഒരു ചിന്ത ഉള്ളിൽ സ്വീകരിക്കപ്പെട്ടവരായ വ്യക്തികൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നവർക്കായി ഞാൻ നന്ദി പറയുന്നു. എല്ലാ നന്മകളാലും അവർ നിറയപ്പെടട്ടെ. ഇന്നത്തെ ശുശ്രൂഷ നിമിത്തം ഏതെങ്കിലും വ്യക്തികൾ കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പാകെ സമർപ്പിക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഈ വചനം കേട്ട ഏവരെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കിടുക. ആത്മീയ കൂട്ടായ്മയ്ക്കും ഇപ്രകാരമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കുമായി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഫോൺ നമ്പറിൽ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.